നമ്മുടെ നാടുകളിൽ ഒരു പഴമൊഴിയുണ്ട്. മൂന്തായം വളഞ്ഞാൽ കഴുക്കോല് വളയും. ഇപ്പോൾ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണല്ലോ. പില്ലറുകൾക്ക്, ബീമുകൾക്ക് തകർച്ച സംഭവിച്ചാൽ ബിൽഡിംഗ് പെട്ടെന്ന് തകരും. യാതൊരു സംശയവും വേണ്ട. സ്ലാബുകളുടെ ശക്തിയേക്കാളും എത്രയോ പവറാണ് പില്ലറിനും ബീമുകൾക്കും വേണ്ടത്. നേതൃത്വം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ല എങ്കിൽ അണികൾ പെട്ടെന്ന് തകർന്ന് തരിപ്പണമാകും. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സമരമായിരുന്നു ഹവാസിൻ കബീല ഹുനൈനിൽ വെച്ച് നടന്ന വലിയ സമരം. ആ സമരത്തിൽ ശത്രു സൈന്യാധിപൻ മാലിക് ബിൻ ഔഫ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിപ്പിക്കാൻ പരമാവധി ആളുകൾ എണ്ണം കൂട്ടാൻ തീരുമാനിച്ചു. ഹവാസിൻ എന്ന് പറഞ്ഞാൽ അക്കാലത്തെ ഏറ്റവും വലിയ സൈന്യമുള്ള, സമ്പത്തുള്ള, സ്വാധീനമുള്ള ഗോത്രമാണ്. 20,000 എണ്ണം കണ്ട് പ്രവാചക തിരുമേനിയുടെ സൈന്യം പരാജയപ്പെടുമെന്നായിരുന്നു തീരുമാനം. 20,000 ആളുകളാണ്. ഈ 20,000 ആളുകൾ എങ്ങനെയാണ് സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും മുഴുവൻ കൂട്ടിയിട്ടാണ് വന്നത്? എന്നാലാവട്ടെ പ്രവാചക തിരുമേനി അടർക്കളത്തിലിറങ്ങി നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്ന അന നബിയുൻ ലാ കദീബ് അനബിന് അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിറങ്ങി വന്ന അത് കണ്ട് ശത്രു സൈന്യം ഒന്നായി തരിപ്പണായി ഓടിപ്പോയി. മിലിറ്ററിക്ക് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് അധ്യാപികന്മാരെ ഇൻ്റർവ്യൂ നടത്തേണ്ട പോലെയല്ല. മിലിറ്ററിയായി തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ നോക്കേണ്ടത് CV-യും മറ്റൊന്നിലൊക്കെ അപ്പുറം അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ്സും അദ്ദേഹത്തിൻ്റെ ഓട്ടത്തിലും ചാട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ആയുധ പരിശീലനത്തിലുമൊക്കെയുള്ള കഴിവുകൾ നോക്കിയാണ് പട്ടാളക്കാരെ തിരഞ്ഞെടുക്കേണ്ടത്. എന്ന പോലെ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ കുറേ അംഗസംഖ്യക്കല്ല പ്രാധാന്യം നൽകേണ്ടത്, മറിച്ച് ശത്രുക്കളുമായി ഏറ്റുമുട്ടിയാൽ പ്രതികരിക്കാൻ എത്രയുണ്ട്. ശക്തി പ്രകടനത്തിൽ ഏതെങ്കിലും ജക്കാത്ത് വാങ്ങാൻ, നേർച്ചച്ചോറ് കിട്ടാൻ, അല്ലെങ്കിൽ ഔദാര്യം കിട്ടാൻ, ഫ്രീ കിട്ടുന്നിടത്ത് നമുക്ക് ആളുകളെണ്ണ ഇഷ്ടം പോലെ കൂട്ടിക്കൊണ്ടേക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് ഏറ്റുമുട്ടലിൻ്റെ വേദികളിൽ അതിന് അർഹതയും കഴിവും യോഗ്യതയുമുള്ള ആളുകളെയാണ്. അവിടെ എണ്ണസംഖ്യ ഒരിക്കലും പാടില്ല, അവിടെ കുട്ടികൾ പാടില്ല, അവിടെ വൃദ്ധന്മാർ പാടില്ല, അവിടെ രോഗികൾ പാടില്ല, അവിടെ പതറിപ്പോകുന്നവർ പാടില്ല. ഇടറുന്നവരും പതറുന്നും സമചിത്തയോടെ എന്ത് വന്നാലും നേരിടുമെന്ന അതിന് പ്രതികരിക്കാൻ ശേഷിയുള്ള ആയുധ പരിശീലനം നേടിയവരെയാണ്. ഫലസ്തീൻ നമുക്ക് പാഠമല്ലേ? 2 കൊല്ലത്തിലേറെ കാലം എന്തെല്ലാം സിവിലിയൻസിനെ എന്തെല്ലാം സൈന്യങ്ങൾ ചെയ്തിട്ടും ഒരു ദിവസം കൊണ്ട് തകർക്കുമെന്ന് ഇസ്രായേൽ കരുതിയതിന് പകരം 2 കൊല്ലമായിട്ടും ഇന്നും അവിടെ ജീവിക്കുന്നു എന്നത് തന്നെ ഏറ്റവും വലിയ തെളിവല്ലേ? മനക്കരുത്താണ് മനുഷ്യൻ ഏറ്റവും വലിയ പരമപ്രാധാന്യം.